പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ മുന്നേ എന്തൊക്കെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അഥവാ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട് എന്നുള്ള ടുണ്ട് എന്നുള്ള ആ ഒരു രൂപത്തിലുള്ള സെന്റൻസ് ഉണ്ടല്ലോ, ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സ്ട്രക്ചർ? സബ്ജക്റ്റ്, പിന്നീട് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വരും കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ V3 ഫോം വെർബിന്റെ മൂന്നാമത്തെ രൂപം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇതിൽ തന്നെ ഹാസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെയും കൂടെയാണ് അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുക? ഹാവിനോട് കൂടിയിട്ട് നോട്ട് ചേർത്താൽ മതി. ഐ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ്. ഐ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഈ ഹാവ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ടാക്കി നമുക്ക് ഹാവിൻഡ് എന്ന് എഴുതാം അല്ലെ? ഹാവിൻഡ്. ഐ ഹാവിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഐ ഹാവിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഐ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ് എന്നുള്ളത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ഹാവ് നോട്ടിനെ ഒന്നിച്ചെഴുതി അല്ലെ? ഹാവിൻഡ് എന്ന് എഴുതി. ഐ ഹാവിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഐ ഹാവിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഇനി നോക്കൂ അടുത്തത്, ഹി എന്ന് വന്നപ്പോൾ ഹാസ് ആണ് വന്നത് അല്ലെ? ഹി എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഏതാണ് ഓക്സിലറി വന്നത്? ഹാസ്. ഐ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നപ്പോൾ ഏതാ വന്നത്? ഹാവും. ഹി എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഹാസ് വന്നു അല്ലെ? ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ്? ഹി ഹാസ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ്. ഹാസിനോട് കൂടിയിട്ട് നമ്മൾ നോട്ട് ചേർക്കും അല്ലെ? ഹി ഹാസ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ്, അവന് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഈ ഹാസ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ഹാസിൻഡ് എന്ന് എഴുതി അല്ലെ? ഹി ഹാസിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഹി ഹാസിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഹി ഹാസിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഇത് നോക്കൂ, ഐ ഹാവ് കുക്ക്ഡ് ബിരിയാണി. ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഐ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് എന്നത് കൊണ്ട് ഹാവ് തന്നെയാണ് വന്നത് അല്ലേ? ദേ ആണെങ്കിൽ എന്താണ് വരിക? ഹാവ് ആണ് വരിക. വി ആണെങ്കിലോ ഹാവ് ആണ്. വി ഹാവ് കുക്ക്ഡ് ബിരിയാണി, നമ്മൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് കുക്ക്ഡ് ബിരിയാണി, അവര് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഹാവ് ആണ് വരിക. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോഴോ ഹാസ് ആണ് വരിക അല്ലെ? അപ്പോ ഐ ഹാവ് കുക്ക്ഡ് ബിരിയാണി. ഈ കുക്ക്ഡ് എന്നുള്ളത് എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് അല്ലെ? കുക്ക് എന്നുള്ള വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് കുക്ക്ഡ്. V3 ഫോം ആണ് കുക്ക്ഡ് അല്ലെ? ഐ ഹാവ് കുക്ക്ഡ് ബിരിയാണി, ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് വരിക? ഹാവിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. ഐ ഹാവ് നോട്ട് കുക്ക്ഡ് ബിരിയാണി, ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഈ ഹാവ് നോട്ടിനെ നമ്മൾ ഒന്നിച്ചെഴുതുമ്പോൾ ഐ ഹാവിൻറ്റ് എന്നാവും അല്ലെ? ഐ ഹാവിൻറ്റ് കുക്ക്ഡ് ബിരിയാണി, ഞാൻ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഇത് നോക്കൂ അടുത്തത്, ഷി ഹാസ് കുക്ക്ഡ് ബിരിയാണി. ഹീയും ഷീയും ഇറ്റും ഒക്കെ വരുമ്പോൾ എന്താണ് വരിക? ഹാസ് ആണ് വരിക അല്ലെ? സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഹീ ഷീ ഇറ്റ് ഒക്കെയാണ് അല്ലെ? അപ്പോൾ ഈ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഏതാണ് വരിക? ഹാസ് എന്ന ഓക്സിലറി ആണ് വരിക അല്ലെ? അപ്പോൾ ഷി ഹാസ് കുക്ക്ഡ് ബിരിയാണി, അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് വരിക? ഷി ഹാസ് നോട്ട് കുക്ക്ഡ് ബിരിയാണി, അവള് ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. എന്താ ചെയ്തത്? നോട്ട് ചേർത്തല്ലേ? ഷി ഹാസ് നോട്ട് കുക്ക്ഡ് ബിരിയാണി. ഈ ഹാസ് നോട്ടിനെ നമ്മൾ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഒന്നിച്ചെഴുതിയിട്ട് എന്ത് ചെയ്യുന്നു? ഷി ഹാസിൻറ്റ് കുക്ക്ഡ് ബിരിയാണി, അവള് ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഷി ഹാസ് കുക്ക്ഡ് ബിരിയാണി,
അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഷി ഹാസൻറ്റ് കുക്ക്ഡ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.